Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് LGS മാത്സിന്റെ PYQ സെറ്റ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. ഇന്നത്തെ 14ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 213/23 എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഓക്കേ, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ മീനിങ്? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലെ. അതിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാൻ പറ്റും? അത് ഒന്നാണ്. 1 മുതലാണല്ലോ നമ്മൾ എണ്ണുന്നത്. ഇനി ചോദിക്കുന്നു ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 2 ആണ്. ഏറ്റവും അല്ലെങ്കിൽ എന്താണ് ഇരട്ട സംഖ്യയായ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് അതും പറയാം. എന്ത്? അത് 2 ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 1 ആണ് ആൻസർ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അഥവാ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ, നമ്മൾ 1 2 3 അങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1 ആണ്. 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? അഭാജ്യ സംഖ്യകളാണ്. 20നും 30നും ഇടയ്ക്ക് എത്രയൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 20 കഴിഞ്ഞാൽ 21 എന്ന് പറയുന്ന അഭാജ്യമാണോ? അല്ല. 21 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 × 3 21 ആണ്. ഇരട്ട സംഖ്യകൾ ഒന്നും വരില്ല അഭാജ്യ സംഖ്യകളായിട്ട്. ഇനി ഏതാണ് വരേണ്ടത്? 22 ഇല്ല, 23 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 24 വരില്ല, 25 എന്ന് പറഞ്ഞാൽ 5 × 5 വരും. 26 ഇല്ല, 27 ഇല്ല, 27 എന്ന് പറയുമ്പോൾ 9 × 3 27, 27 വരില്ല, 28 വരില്ല. നെക്സ്റ്റ് വരുന്നത് 29 ആണ്. സോ 23 29 ഈ രണ്ടെണ്ണമാണ് 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ ഡി ആണ്. അഭാജ്യം അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്? ആ സംഖ്യക്ക് ഇപ്പോ 2 എന്ന് പറയുന്ന സംഖ്യക്ക് 1 2 അത് മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരാവുള്ളൂ. ആ സംഖ്യയും 1ഉം. 3 എന്ന് പറയുന്ന സംഖ്യക്ക് 1ഉം 3ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. 4 എന്ന് പറയുന്ന സംഖ്യക്ക് 1ഉം 4ഉം വരുന്നുണ്ട്. 2 × 2ഉം 4 ആണ്. അപ്പൊ 1 2 4 വരുന്നുണ്ട്. ആ സംഖ്യയും 1ഉം മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സംഖ്യകളുടെ ലസാഗു ഉസാഗ എന്നിവ 0 ആകും. ആണോ? എന്താണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ 1 ആണെങ്കിലും വരും അല്ലെ. ഇപ്പൊ അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറയുന്നത് ഏതൊരു നമ്പർ എടുത്താലും നമുക്ക് അതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് പറയാൻ പറ്റുന്ന 1 ആയിരിക്കും. അപ്പൊ ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. ഓക്കെ, എല്ലാ സംഖ്യകളുടെയും ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. പറയാൻ പറ്റുമോ എല്ലാ സംഖ്യയുടെയും ഉസാഗ 1 ആണെന്ന്? അതെപ്പോഴും പറയാൻ പറ്റില്ല. രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. രണ്ട് സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ ആ സംഖ്യയുടെ പ്രൊഡക്റ്റ് a × b എന്ന് പറയുന്നതും LCM ഓഫ് എ ബിയുടെ LCMഉം അതേപോലെ HCF ഓഫ് AB എന്ന് പറയുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ a × b എന്ന് പറയുന്നതും എന്താണ്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഇതിവിടെ ശരിയാണ്. രണ്ട് സംഖ്യകളുടെ ലസാഗു ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു. അതും തെറ്റാണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 3/10ന്റെ 5/9 ഭാഗം. ഞാൻ ചോദിക്കുന്നു 10ന്റെ അരഭാഗം എന്ന് ചോദിച്ചാൽ നമ്മൾ 10 × അര എന്നാണ് എഴുതുന്നത്. അതേപോലെ തന്നെ ചോദിക്കുന്നു 3/10ന്റെ 5/9 ഭാഗം. ഇങ്ങനെ എഴുതിയാൽ മതി. കട്ട് ചെയ്ത് കളയാം അല്ലെ. ഇവിടെ 2 തവണ വരും. ഇതും കൂടി കട്ടായി പോകും. എത്ര തവണ വരും? ഇവിടെ നമുക്ക് 3 തവണ വരും. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? 1/6. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാനുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഒരാളുടെ 8 ദിവസത്തെ ആകെ വരുമാനം 1840 രൂപയാണെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം, ശരാശരി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ശരാശരി കണ്ടുപിടിക്കുന്നത്? ആകെ തുക ബൈ എണ്ണത്തെയാണ് നമ്മൾ ശരാശരി എന്ന് പറയുന്നത്. തുക ബൈ എണ്ണം. സോ തുക എന്ന് പറയുന്നത് 1840 രൂപയാണ് തുകയായിട്ട് വരേണ്ടത്. എത്ര ദിവസത്തെയാണ് പറയുന്നത്? 8 ദിവസം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന 1840നെ നമുക്ക് 8 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 2 തവണ, ഇവിടെ എത്ര വരും? 16. ഇവിടെ എത്ര വരും? 24. 3 24 എന്ന് വരും. ഓക്കെ, ഇവിടെ 0, ഈ 0 മേളിലേക്ക് കയറ്റി എഴുതാം. ഇവിടെ ആൻസർ എത്ര വരും? 230 രൂപയാണ് അയാൾക്ക് ഒരു ദിവസം ഏകദേശം കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. എത്രയാണ്? 230 രൂപയാണ്. നെക്സ്റ്റ് നോക്കാം.
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ് നമ്മൾ പറയുന്നത്? എ സ്ക്വയർ മൈനസ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നല്ല, അവിടെ മൈനസ് ആണ്. ഇത് ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് ഐഡന്റിറ്റി വരുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിലാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി 3/4 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി 2 മീറ്റർ വീതമുള്ള കഷ്ണങ്ങളാക്കാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 10/2 ചെയ്യും. സെയിം തന്നെയാ ചെയ്യേണ്ടത്. 15 മീറ്റർ നീളമുള്ള ഒരു കമ്പി എത്ര വെച്ചാക്കണം? 3/4 ഭാഗമുള്ള കഷ്ണങ്ങളാക്കി മാറ്റണം. ഇവിടെ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയും. ഇവിടെ ഇൻറ്റു 4/3 വരും. ഇതും കൂടി കട്ടായി പോകും. എത്ര തവണ? i3 15. 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 20 ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 7.4 സെന്റിമീറ്റർ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? 7.4 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിക്കേ. 7.4 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ്? 7ഉം 4/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4 ആണ് അല്ലെ? അപ്പൊ ഇത് ശരിയാണ്. 7 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും അല്ലെ? 7.4 എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ 4 മില്ലിമീറ്റർ ആണ്. അത് 10 മില്ലിമീറ്റർ ആകുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? 10 മില്ലിമീറ്ററിനെയാണ് നമ്മൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താകും? ഇതും ശരിയാണ്. 74 മില്ലിമീറ്റർ എന്ന് പറയുന്നതിനെ സെന്റിമീറ്ററിലോട്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം? 74 മില്ലിമീറ്റർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? സെയിം തന്നെയാണ്. അതായത് നോക്കിക്കേ, 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്രയായിട്ട് മാറി? 7 ഇൻറ്റു 10 70 മില്ലിമീറ്റർ ആയിട്ട് മാറി. ഇനി എന്താ? 4 മില്ലിമീറ്റർ കൂടി ഉണ്ട്. സോ പ്ലസ് 4 ചെയ്യണം. എത്ര വരും? 74 മില്ലിമീറ്റർ. അതും എന്താണ്? ശരിയാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. ഒരു വാഹനം 36 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ 1 സെക്കൻഡിൽ ഈ വാഹനത്തിന്റെ ശരാശരി ദൂരം എത്ര ദൂരം മുന്നോട്ട് പോകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനം 36 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതിനെ എന്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. 1 സെക്കൻഡിൽ എത്ര ദൂരം പോകും? എത്ര മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്? അതിന്റെ വേഗതയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഈ കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന വലിയൊരു ക്വാണ്ടിറ്റിയെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ചെറിയ 5 മുകളിൽ എഴുതണം. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ എന്ത് വരും? 36 ഇൻറ്റു 5/18 കൊണ്ട് ചെയ്യുക. കട്ടായി പോകും 2 തവണ. 5 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 1 സെക്കൻഡിൽ ആ വാഹനം 10 മീറ്റർ പോയാലാണ് ആ വാഹനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 1 മണിക്കൂറിൽ അതിനെ 36 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു സൈക്കിൾ 7200 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. ഈ സൈക്കിളിന് കച്ചവടക്കാരൻ ആദ്യം 8000 രൂപയാണ് ചെലവാക്കിയതെങ്കിൽ ചെലവാക്കിയതിന്റെ എത്ര ശതമാനമാണ് വിറ്റ വില എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 8000 രൂപയ്ക്ക് മേടിച്ച സാധനം 7200 രൂപയ്ക്ക് എന്ത് ചെയ്തു? വിറ്റു. അതിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 100. നമ്മൾ പറയില്ലേ 10ല് അല്ലെങ്കിൽ 100ല് 20 മാർക്ക് കിട്ടി, അത് എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അതേപോലെ 8000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 7200 രൂപയ്ക്ക് വിറ്റു. നമുക്ക് ലാഭ ശതമാനം അല്ല വേണ്ടത്, ചെലവാക്കിയതിന്റെ എത്ര ശതമാനമാണ് വിറ്റ വില എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 0 കൂടി കട്ടായി പോകും. ഇതും കൂടി കട്ടാകും. ഇവിടെ എത്ര വരും? കട്ടാകും ഇവിടെ 9 തവണ. അതായത് എത്രയാണ്? 90%. അല്ലെങ്കിൽ ഇവിടെ എത്രയേ ഉള്ളൂ? 10% നഷ്ടമുണ്ടായി. 8000 രൂപയ്ക്ക് വിറ്റു, 10% നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയാണത്? 90%. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. AXBUCR എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ABC ആണല്ലേ വന്നിരിക്കുന്നത്. ABC. അപ്പൊ നെക്സ്റ്റ് എന്തായിരിക്കണം വരേണ്ടത്? D ആയിരിക്കണം. X എന്ന് പറയുന്നത് 24ാമത്തേതാണ്. U എന്ന് പറയുന്നത് 21 ആണ്. R എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? 3 കുറച്ച് എഴുതിയിരിക്കുന്നത്. -3 -3. 18ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? -3 കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 15 വരും. 15 എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്? O അല്ലേ വരേണ്ടത്.
15 O ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നീ അക്കങ്ങളെ ABCD മുതൽ J വരെ നമ്മൾ മാർക്ക് ചെയ്യുവാണ്. എങ്കിൽ H പ്ലസ് F പ്ലസ് C പ്ലസ് E ഡിവൈഡഡ് ബൈ J മൈനസ് D എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആണ്, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9. ഈ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് Hന്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതണം? 7 എഴുതണം. 7 പ്ലസ് Fന്റെ പ്ലേസിൽ നമുക്ക് 5 എഴുതണം. ഇനി എന്താ? പ്ലസ് C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. E എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഹോൾ ഡിവൈഡഡ് ബൈ J മൈനസ് D എന്ന് പറഞ്ഞാൽ J എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. D എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും? 7ഉം 5ഉം എത്രയാണ്? 12. 12 പ്ലസ് 6 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 12ഉം 6ഉം എത്രയാണ്? 18 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയായിട്ട് വരും? 18 ഡിവൈഡ് ബൈ 6 അല്ലേ? 9 മൈനസ് 3 അല്ലേ? 18 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ആൻസർ വരേണ്ടത് 3 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. മനു തന്റെ വീട്ടിൽ നിന്നും ആദ്യം വടക്കോട്ടും 8 മീറ്ററും പിന്നീട് കിഴക്കോട്ട് 6 മീറ്ററും നടന്നാൽ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. മനു തന്റെ വീട്ടിൽ നിന്ന് ആദ്യം വടക്കോട്ട്. അപ്പൊ നമുക്ക് ആദ്യം നോർത്ത് സൗത്ത് ഒക്കെ നമുക്ക് നോക്കാം. ഇതാണ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ആദ്യം വടക്കോട്ട് പോയി. ഓക്കെ, ആദ്യം വടക്കോട്ട് 8 മീറ്റർ സഞ്ചരിച്ചു. പിന്നീട് കിഴക്കോട്ട് 6 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനു ഇപ്പോൾ നിൽക്കുന്ന പടിഞ്ഞാറ് ദിശയിലാണോ? ആണോ? അല്ല, കിഴക്ക് ദിശയിലാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? തെറ്റ്. ഒന്ന് തെറ്റാണെന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതും തെറ്റാണെന്ന് മനസ്സിലാവും. കാര്യം ഇവയെല്ലാം ശരിയെന്നാണ് ഡി ഓപ്ഷൻ. ഇനി എന്താ ഓപ്ഷൻ? നമുക്ക് രണ്ടായിട്ട് മാറിയിട്ടുണ്ട്. മനു സഞ്ചരിച്ച കുറഞ്ഞ ദൂരം 10 ആണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് കുറഞ്ഞ ദൂരം എന്ന് പറഞ്ഞാൽ. അതായത് പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കർണം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. പാദം എന്ന് പറയുന്നത് ഇവിടെ 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ വരും. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 പ്ലസ് 36 100 വരും. അപ്പൊ കർണം എന്ന് പറഞ്ഞാൽ എത്ര വരും? √100, അതായത് 10 ആണ് ആൻസർ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 10 ആണ്. ഇതും തെറ്റ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. രാജസ്ഥാൻ ജയ്പൂർ ആണെങ്കിൽ മേഘാലയ രാജസ്ഥാന്റെ ക്യാപിറ്റൽ ആണ് ജയ്പൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേഘാലയയുടെ ക്യാപിറ്റൽ ഏതാണ്? അത് ഷില്ലോങ് ആണ് മേഘാലയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഐസ്വാൾ എന്തിന്റേതാണ്? ഐസ്വാൾ മിസോറാം. ഇംഫാൽ എന്തിന്റേതാണ്? ഇംഫാൽ മണിപ്പൂർ. ദിസ്പൂർ എന്തിന്റേതാണ്? ദിസ്പൂർ ആസാമിന്റെ ക്യാപിറ്റൽ ആണ് ദിസ്പൂർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞാൽ ഇവിടെ ഗണിതമാണ്. ഇതെല്ലാം അതിന്റെ ഗണിതത്തിന്റെ കുറെ എന്താണ് കാറ്റഗറൈസേഷൻ ആണ് അല്ലെ? ക്ഷേത്രഗണിതം, അംഗഗണിതം, ബീജഗണിതം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു വരിയിൽ അമ്പാടി മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആകെ വരിയിൽ 14 പേരുണ്ട്. ടോട്ടൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണ്. മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ എന്ത് ചെയ്യണം? 10 പ്ലസ് 5 15 മൈനസ് 1 എന്ന് പറയുന്നത് 14. ഇതെന്താണ്? ശരിയാണ്. അമ്പാടിയുടെ മുന്നിൽ 5 പേരുണ്ട്. മുന്നിൽ നിന്ന് 10ാമത് എന്ന് പറയുമ്പോൾ ഇയാൾ 10ാമത്തെ വന്നെങ്കിൽ ഇയാളുടെ മുന്നിൽ എത്ര പേര് വേണം? 9 പേര് വേണം. ശരിയാണ്. പിന്നിൽ നിന്ന് 4 പേരുണ്ട്. പിന്നിൽ നിന്ന് അമ്പാടി എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത് 5ാമതാണ്. സോ അത് കഴിഞ്ഞിട്ട് അയാളുടെ പുറകിൽ എത്ര പേര് വേണം? 4 പേര് വേണം. ഇതും ശരിയാണ്. സോ ഇവിടെ 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. CAയുടെ അച്ഛനാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. അരുണിന് ഉണ്ണിയേക്കാൾ ഉയരം കൂടുതലാണ്. ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. അരുണിന് കണ്ണന്റെ അത്ര ഉയരമില്ല. എങ്കിൽ ഏറ്റവും ഉയരമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഉയരമുള്ള വ്യക്തി കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. അപ്പൊ നമുക്ക് കണ്ണനോട് എഴുതാം. കണ്ണന് സച്ചുവിനേക്കാൾ ഉയരമുണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് നമുക്ക് എന്താ? ഹൈറ്റ് കൂടുതലുള്ള എഴുതാം. ഇവിടെയാണ് ഹൈറ്റ് ഏറ്റവും കൂടുതലെന്ന് വിചാരിക്കും. ഈ അറ്റത്തേക്ക് എഴുതുന്നത്. അരുണിന് ഉണ്ണിയേക്കാൾ ഉയര കൂടുതലാണ്. ഇനി എന്താണ് പറയുന്നത്? അരുണ് ഉണ്ണിയുണ്ട്. നമുക്കിവിടെ മാറ്റി എഴുതാം. അരുണിന് ഉണ്ണിയേക്കാൾ ഉയര കൂടുതലുണ്ട്. ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവാണ്. ഉണ്ണിക്ക് സച്ചുവിനേക്കാൾ ഉയരം കുറവെന്ന് പറയുമ്പോൾ അരുണ് ഉണ്ണി ഇവിടെയാണ് വരേണ്ടത്. അരുണിന് കണ്ണന്റെ അത്ര ഉയരമില്ല. കണ്ടോ? അരുണിന് കണ്ണന്റെ അത്ര ഉയരമില്ല.
എങ്കിൽ ഏറ്റവും ഉയരം ആർക്കായിരിക്കും? ഏറ്റവും ഉയരം കൂടുതലുള്ള വ്യക്തി എന്ന് പറയുന്നത് ഓപ്ഷൻ എ കണ്ണനായിരിക്കും. നെക്സ്റ്റ് നോക്കാം. കലയുടെ വയസ്സിന്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛന്റെ വയസ്സ് കിട്ടും. അച്ഛന്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? കലയുടെ വയസ്സിന്റെ 9 മടങ്ങ് 9k നോട് 5 കൂട്ടിയാൽ എന്താണ് പറയുന്നത്? അച്ഛന്റെ വയസ്സ് കിട്ടും. ഓക്കെ, അച്ഛന്റെ വയസ്സ് 50 ആണ്. അച്ഛന്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്രയെന്ന് വെച്ചാൽ കലയുടെ വയസ്സ് കണ്ടുപിടിക്കാനല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 9k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 എന്ന് വരും. k എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 ഡിവൈഡ് ബൈ 9, 9 × 5 45. 5 വയസ്സാണ് ആർക്ക്? കലയുടെ വയസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു ഘടികാരം നിശ്ചലമായാൽ ദിവസം എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? എത്ര വട്ടം കാണിക്കും? 2 തവണ കാണിക്കില്ലേ? ഇപ്പൊ ഒരു 6 മണിക്കാണ് നിശ്ചലമാകുന്നതെങ്കിൽ രാവിലെ 6 മണിയുണ്ട്, വൈകുന്നേരം 6 മണിയുണ്ട്. ഇപ്പൊ ഒരു 5:45 നിശ്ചലമാകുന്നതെന്ന് വിചാരിക്കുക, അപ്പോഴും ഉണ്ട് 2 ടൈം അല്ലെ? രാവിലെയും ഉണ്ട്, വൈകുന്നേരവും ഉണ്ട്. അപ്പൊ ഒരു ഘടികാരം നിശ്ചലമായാൽ അത് 2 തവണയാണ് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ടൈം കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.